ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട യൂണിക്കോൺ വണ്ടിയുടെ പുകയുടെ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മൾ അതിൻ്റെ സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗം നമ്മൾ അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് സിലിണ്ടറൊക്കെ ഡാമേജ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് മാറ്റാനായിട്ട് സിലിണ്ടർ കിറ്റേപ്പാടിയാണ് നമ്മൾ മാറ്റണം കേട്ടോ. സിലിണ്ടർ മാറ്റി അതേപോലെ തന്നെ വാൽവിൻ്റെ ഗൈഡ് കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവന്നുണ്ട്. വാൽവ് എന്ന് പറയുമ്പോൾ 2 വാൽവ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. 2 വാൽവ് പുതിയ വാൽവാണ് നമ്മൾ കിടക്കണേ. നമ്മളിപ്പോൾ അതിൻ്റെ വാൽവ് ചെയ്ത വർക്കിൻ്റെ ഡേറ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടാണ് അതിനകത്ത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഈ വർക്കിനൊക്കെ ശരിക്കും 1 ഇയർ വാറണ്ടി അതിനകത്തുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഡേറ്റ് പഞ്ച് ചെയ്യണം അതിനകത്ത്. പിന്നെയെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാൽവ് ഗൈഡ് ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നത് കണ്ടോ, പൊട്ട് വീണുണ്ടായിരുന്നു. അയച്ചപ്പോൾ തന്നെ പൊട്ടി പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് അത്രയും പുക കാര്യമായിട്ട് കാണിച്ചായിരുന്നത്. പിന്നെ ക്യാം ഷാഫ്റ്റ് ഇത് ഓൾറെഡി എൻ്റെ സൈഡിലത്തെ ബെയറിംഗ് ആയിരുന്നു കംപ്ലയിൻറ്റ്. ഈ 2 ബെയറിംഗ് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പുതിയ ബെയറിംഗ് നമ്മൾ സെറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. കാരണം ക്യാം ഷാഫ്റ്റിന് വേറെ ഡാമേജ്, സൈഡ് ബെയറിംഗ് മാത്രമേ കംപ്ലയിൻറ്റ് ഉണ്ടായുള്ളൂ. അപ്പോൾ അത് മാത്രം മാറ്റി നമ്മൾ ക്ലിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വാൽവ് പോളിസിൽ കാര്യങ്ങളൊക്കെ മാറ്റുന്നുണ്ട്. അത് കൂടാണ്ട് നമുക്ക് സിലിണ്ടർ കിറ്റേപ്പാടിയാണ് നമ്മൾ മാറ്റാം. സിലിണ്ടർ കിറ്റ് എന്ന് പറയുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ റിങ്സൊക്കെ വന്ന ഒറ്റ കിറ്റ്, അതിന് 3500 രൂപയാണ് അതിന് മാത്രം കോസ്റ്റ് വരാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ചേഞ്ച് ചെയ്യാനുണ്ട്. എയർ ഫിൽറ്റർ മാറ്റുന്നുണ്ട്, 198 വരും. എഞ്ചിൻ ഓയിൽ ലെവൽ കുറവുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ ടോപ്പ് അപ്പ് ചെയ്യണം. പിന്നെ അതേപോലെ സ്പാർക്ക് പ്ലഗ് മാറ്റുന്നുണ്ട്. കാർബേറ്ററിനകത്ത് ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വാക്യൂം പിസ്റ്റൻ്റെ. അതിന് മാത്രം നമുക്ക് 774 രൂപയാണ് ആ പിസ്റ്റൺ കംപ്ലീറ്റ് വാക്യൂം എന്ന് പറഞ്ഞാൽ ആ യൂണിറ്റിൻ്റെ റേറ്റ് വരാം. പിന്നെ അതിൻ്റെ കാർബേറ്ററിൽ പറഞ്ഞാൽ സ്ലോ ജെറ്റ് യൂണിറ്റ് 125 രൂപ ഉണ്ട് നമുക്കത്. അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടി വരുന്ന വർക്കുകൾ കേട്ടോ. പിന്നെ അതിന് പുറമെ നമ്മൾ പറഞ്ഞ 1-2 വർക്കുകളുണ്ട്. വാട്ടർ സർവീസിൻ്റെ കേസ് അതിന് പുറമെ വന്ന കേസാണ്. പിന്നെ ബാക്കിലത്തെ ഈ കൗൾ സെറ്റ് കൂടെ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ മാറ്റുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ എസ്റ്റിമേറ്റിലല്ല, അതിന് പുറമെ വന്ന വർക്കുകളാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റ് അഡീഷണൽ എസ്റ്റിമേറ്റ് ആയിട്ട് നമുക്ക് പറയാം. പിന്നെ അതേപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ മിറർ വെക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. ക്ലച്ച് ലിവർ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അത് വെക്കുന്ന കേസ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 1-2 വർക്കും കൂടിയും അഡീഷണൽ ആയിട്ട് നമുക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ആവുന്നതിനനുസരിച്ച് അതിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ.